Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. നല്ല ഉറക്കം കിട്ടണമെങ്കിൽ ഉറക്കക്കുളിയും വായുവിന്റെ പ്രശ്നമാണെങ്കിൽ ആയുർവേദ ചൂർണവും കഴിക്കൂ. ഇതാണ് ഇപ്പോഴത്തെ ബ്രേക്കിംഗ് ന്യൂസ്. ഇന്ന് ഇന്ത്യയിലേക്ക് വരേണ്ട എണ്ണക്കപ്പൽ വരുന്ന വഴിക്ക് 2 കിലോമീറ്റർ ഇടയ്ക്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് വെച്ച് 200 ഗാലൻ എണ്ണയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എണ്ണ കൊള്ളയടിക്കപ്പെട്ടതും കപ്പൽ ഭാരം കുറഞ്ഞ് മുകളിലേക്ക് പൊങ്ങി. എണ്ണ കൊള്ളയടിക്കും മുമ്പ് കപ്പൽ വെള്ളത്തിൽ താഴ്ന്നിരുന്നു. 200 ഗാലൻ പോയപ്പോൾ അത് മുകളിലേക്ക് പൊങ്ങി. ഭാഗ്യത്തിന് എണ്ണ മുഴുവനും കൊള്ളയടിക്കപ്പെട്ടില്ല. അല്ലെങ്കിൽ അത് പൊങ്ങി പൊങ്ങി വന്ന് ആകാശത്തിൽ കൂടെ പറക്കുമായിരുന്നു. ആർക്കാണ് കടലിൽ വെച്ച് എണ്ണ മോഷ്ടിക്കാൻ പറ്റുക? ഈഷ്, ആ ന്യൂസ് സത്യമാണ്. ഇൻസ്പെക്ടർ പാണ്ഡ ഇതങ്ങ് തമാശക്ക് പറഞ്ഞതല്ലേ? ഇതിനു മുമ്പ് 5 പ്രാവശ്യം ഇതുപോലെ നടന്നിട്ടുണ്ട്. അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ എണ്ണ മോഷണം പോയിക്കൊണ്ടിരിക്കുകയാണോ? സംശയമുണ്ടോ? അതെ, സംശയമുണ്ട്. ഒരുപാട് പേര് സംശയമുണ്ട്. പക്ഷെ ആരെയൊക്കെ എങ്ങനെ സംശയിക്കും? എന്നാ പിന്നെ ഇവിടെ നിന്ന് വാചകടിക്കാതെ പോയി അന്വേഷിച്ചിട്ട് എന്താ കാര്യം കണ്ടുപിടിക്കാൻ നോക്കേ. ഈഷ്, ഞാൻ നിങ്ങളുടെ സഹായം ചോദിക്കാനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഇൻസ്പെക്ടർ പാണ്ഡ, പക്ഷെ ഞങ്ങൾക്ക് എണ്ണ കടത്തിനെ പറ്റി ഒന്നും തന്നെ അറിയില്ലല്ലോ. നിങ്ങൾ ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുള്ളതല്ലേ? ഇപ്പോൾ വേറൊരു കപ്പലും വരുന്നുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം വന്ന് ആ കപ്പലിനെ ഉറവിടത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ഓക്കെ, താങ്കൾ കപ്പലിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കൂ. താങ്ക് യു എന്റെ കുട്ടികളെ. ഞാനിതാ ഈ ഡോക്കിൽ തന്നെ ഉണ്ടാകും. കപ്പലിന്റെ ക്യാപ്റ്റൻ നിങ്ങൾക്ക് വേണ്ടി കപ്പലിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേഗം ചെല്ലൂ. ഓ, ഇവരാണോ അവർ? വെൽക്കം. ഞാൻ ഈ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആണ്. ഞാൻ നിങ്ങളിവിടെ കാത്തിരിക്കുകയായിരുന്നു. താങ്ക് യു. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ വളരെ ഉയരങ്ങൾ എത്തേണ്ടവരാണ്. ഓ, അതെ, കുറച്ചു ഉയരത്തിലാണ് ഇപ്പൊ ഞങ്ങള്. പക്ഷെ അത്ര പേടിയൊന്നും തോന്നുന്നില്ല. ക്യാപ്റ്റൻ, താങ്കളുടെ ഈ കപ്പലിൽ എത്ര പേരുണ്ട്? ഓ, 150 പേരുണ്ട്. എല്ലാവരും മുകളിലാണ്. ഓക്കെ, ഈ 150 പേരും മുകളിലാണെന്നുണ്ടെങ്കിൽ കപ്പലിന്റെ താഴെ ആരാ പണിയെടുക്കുന്നത്? നമുക്ക് എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടി വരും. എല്ലാവരും ശ്രദ്ധിക്കണം. കള്ളൻ ആരാണെങ്കിലും അയാളെ സഹായിക്കാൻ ഈ കപ്പലിനകത്ത് ആരെങ്കിലും ഉണ്ടാവും. എല്ലാവരും ഒളിച്ചിരിക്കേ. എടാ, ഇങ്ങനെ കിടന്നൊളിക്കാൻ നല്ല പറഞ്ഞത്. കപ്പലിലെ വേറെ സ്ഥലങ്ങളിൽ പോയി ഒളിക്കണം. സംശയമുണ്ടോ? ഓഹോ, അതെ, നിക്ക്. ഓ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവരെ വെറുതെ വിട്. ഇവർ കള്ളന്മാരുടെ ചാരന്മാരാണ്. അതാ തോക്ക്. ഞങ്ങൾ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. ക്യാപ്റ്റൻ, ഇയാളാണ് കള്ളൻ. ഇവൻ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. സെക്യൂരിറ്റി കള്ളന്മാരെ പോലെ മുഖം മറച്ചാണോ നടക്കുന്നത്? ഈ കപ്പലിൽ എണ്ണയുള്ളതുകൊണ്ട് അതിന്റെ മണം ശക്തമായി പുറത്തേക്ക് വരും. അത് ശ്വസിക്കാതിരിക്കാനാണ് ഗാർഡ്സ് തുണി കൊണ്ട് മുഖം മറച്ചിരിക്കുന്നത്. ഓ, സോറി. എടോ, ആരാ താൻ? ഒന്ന് പതുക്കെ ചോദിക്കേ, ഞാൻ കള്ളനാണ്. അത് ശരി, ഞങ്ങൾ തന്നെ ഇവിടെ പിടിക്കാൻ വന്നത്. എന്തിന്? ഞാൻ തന്നെ പശുവിനെ വല്ല മോഷ്ടിച്ചോ? ഇല്ല, എന്റെ കയ്യിൽ പശുവൊന്നുമില്ല. ചിലപ്പോ വേറെ ആരുടെങ്കിലും പശുവിനായിരിക്കും മോഷ്ടിച്ചത്. പിന്നെ എന്തിനാണോ എന്നെ പിടിക്കാൻ വരുന്നത്? കാരണം എന്താന്ന് വെച്ചാ നീ എണ്ണ മോഷ്ടിക്കാറില്ലേ? അതെങ്ങനെ തനിക്ക് മനസ്സിലായി? ആ, അതുകൊണ്ട് തന്നെ ഞാൻ പിടിക്കാൻ വന്നത്. എന്നെ പിടിക്കാനേ ഇമ്മണി പൊളിക്കും. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. എടാ പെരിങ്കള്ള, അവിടെ നിക്കടാ. അയ്യോ, ഞാൻ ഓടി തളർന്നു. നീ ജയിച്ചു. ഇനി പൊയ്ക്കോ, പൊയ്ക്കോ. ഓക്കേ. എടോ, നമ്മൾ തമ്മിൽ റേസ് ഒന്നുമല്ലല്ലോ വെച്ചത്. ഞാൻ തന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ വരുമായിരുന്നില്ലേ?
ഓക്കെ എന്നാ ശരി ഞാൻ ഓടാം. നീ പുറകെ വന്ന് പിടിച്ചോ. കണ്ണടച്ച് 1 മുതൽ എണ്ണിക്കോ. ഓക്കേ. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. സർദാരേ, പിടിക്ക്, അവൻ കള്ളനാണ്. എടാ നിൽക്ക. മോഷ്ടിക്കുന്നോടാ, നടക്ക. പോപ്പട്ടെ, നീ കള്ളനെ പിടിക്കുന്നതിന് പകരം നീ ബൈനോക്കുളർ വെച്ച് കടലിന്റെ ഭംഗി കാണുകയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. 1/2 ലിറ്റർ എണ്ണയുടെ വിശ്വാസം പോലും നിനക്ക് കൂട്ടുകാരോടില്ലേ? ആ കപ്പൽ കുറെ നേരമായിട്ട് നമ്മുടെ കപ്പലിനെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? അതൊരു ഫിഷിംഗ് ഷിപ്പാണ്. കടലിൽ ഈ ഭാഗത്തായിട്ട് ഒരുപാട് മീനുകളെ കിട്ടുന്നുണ്ട്. ആ കപ്പലിന്റെ ക്യാപ്റ്റനാണ് ഈ കാര്യം പറഞ്ഞത്. കള്ളനെ പിടിച്ചു. എണ്ണക്കള്ളനെ നീ പിടിച്ചോ? അതെ, ഇയാള് തന്നെ പറഞ്ഞത് ഇയാൾ കള്ളനാണെന്ന്. അത് നീ ഇത്ര സ്വകാര്യമായി പറയുന്നത് എന്തിനാ? ഇയാളാ എന്നോട് സ്വകാര്യത്തിൽ പറയാൻ പറഞ്ഞത്. അയ്യോ, ഞങ്ങളെ ആ സമയത്ത് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യമായി പറയാൻ പറഞ്ഞത്. ഇനി ഇപ്പൊ പിടിച്ചു കഴിഞ്ഞില്ലേ, മരക്കഴുതയാണല്ലോ. മോദി സംസാരിച്ചത്. സംസാരിച്ചില്ലെങ്കിൽ എങ്ങനെയാ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലല്ലേ ഈ കള്ളനെ തൊണ്ടിയോടെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളാണോ കള്ളന്മാർ? നിങ്ങളാണോ എണ്ണ മോഷ്ടിച്ചത്? അത് പിന്നെ ഗാർഡ്സ് കണ്ടത് കൊണ്ട് കടയിൽ ഉപേക്ഷിച്ചിട്ടാ ഞാൻ ഓടിയത്. അതെ, പോലീസ് എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. നിന്റെ ഗ്യാങ്ങിൽ പിന്നെ ആരൊക്കെയുണ്ട്? ഗ്യാങ്ങോ? 8 ലിറ്ററിന്റെ ക്യാൻ എടുക്കുന്നതിന് ഗ്യാങ്ങിന്റെ ആവശ്യമൊക്കെ എന്താ ഉള്ളത്? താൻ ഏത് എണ്ണയുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്? പാമോയിലിന്റെ കാര്യമാണ്. പക്കാവട ഉണ്ടാക്കാൻ വേണ്ടിയാ മോഷ്ടിച്ചത്. പക്ഷെ കടയിലെ ഗാർഡ്സ് കണ്ടു. ഓടിയപ്പോ വഴി വെച്ച് പോലീസുകാരും പിന്നാലെ കൂടി. ഓടി ഓടിയതാ ഈ ഡോക്കിലും എത്തി. അവിടുന്ന് കപ്പലിൽ കയറിയതാ. കപ്പൽ വിട്ടു കഴിഞ്ഞപ്പോ ഞാൻ ഇതിൽ പെട്ടും പോയി. അയ്യോ, ഇയാള് നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ല. ഒരു സാധാരണ കള്ളനാ. സംശയമുണ്ടോ? അയ്യോ, പൊങ്ങി വരികയാണ്. കപ്പലിന്റെ ഭാരം കുറഞ്ഞ് പൊങ്ങി വരികയാണ്. അയ്യോ, കപ്പലിന്റെ എണ്ണ മോഷണം പോയി. മോഷണം പോയെന്നല്ല, മോഷ്ടിച്ചുകൊണ്ടിരിക്കുക. ക്യാപ്റ്റൻ, വേഗം ഡൈവ് ചെയ്യാനുള്ള സാധനം കൊണ്ടുവരൂ. ഹണി, പോപ്പട്ട്, ജോർദാർ, വേഗം അതിർത്തി ധരിക്കൂ. കടലിനുള്ളിൽ പോകണം. ഭയങ്കര ഐഡിയ. കടലിനടിയില് ബലൂൺ ഉപയോഗിച്ച് എണ്ണ മോഷ്ടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇവരിത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? ഒരു കള്ളൻ നീന്തി രക്ഷപ്പെട്ടില്ലായിരുന്നോ? അവൻ പറഞ്ഞു തരും. വാ, നമുക്ക് പോയി അന്വേഷിക്കാം. ക്യാപ്റ്റൻ, നിങ്ങൾ ബോട്ടും കൊണ്ട് ഞങ്ങളുടെ പുറകെ വരൂ. മാത്രമല്ല, ഇൻസ്പെക്ടർ പാണ്ഡെ വേഗം വിവരം അറിയിക്കണം. സംശയമുണ്ടോ? പോപ്പട്ടെ, ഈ കപ്പൽ അത് തന്നെയാ നമ്മുടെ പുറകെ വന്നത്. ഇതിൽ തന്നെയാണ് കള്ളന്മാരുള്ളത്. വേഗം വാ. എന്റെ കർത്താവേ, കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് കേട്ടാ. ഇനി ഏതായാലും അടിച്ചങ്ങ പൊളിച്ചേക്കാം. നിങ്ങളൊക്കെ ആരാണ്? മത്സ്യകന്യകന്മാരാണോ? ഞങ്ങളെ മത്സ്യകന്യകരൊന്നും അല്ല. നിന്നെ മത്സ്യങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി വന്നതാണ്. എന്തോന്ന്? ഈ ചീവീട് പോലത്തെ ശബ്ദം ആര് കേൾക്കാനാ? ഞാൻ തന്നെ വിളിച്ചോളാം. ഗാഡ്സ്! എടാ കഴുത, നീ എന്താ ചെയ്തത്?
നിങ്ങളെ കുടുങ്ങി കേട്ടാ, ഇനി രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഞങ്ങൾ കുടുങ്ങിയിട്ടൊന്നുമില്ല, നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. അവന്മാരെ പിടിക്കടാ. അയ്യോ അവനെ പിടിക്കേ. അല്ല, താനിത് എങ്ങോട്ടായി പോകുന്നത്? ആ കയ്യിലിരിക്കുന്ന മീൻ കുറഞ്ഞ വിലക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ എടുത്തോളാം. ആരും അനങ്ങി പോകരുത്. ഒന്നിനെ പോലും അനങ്ങാൻ പറ്റാത്ത രീതിയിലാ കെട്ടി വെച്ചിരിക്കുന്നത്. അത് ശരി, അപ്പൊ നീയായിരുന്നല്ലേ ഇവരുടെ നേതാവ്? അപ്പൊ നേതാവാണല്ലേ? അല്ല, ഇയാൾ ഏത് പാർട്ടിയുടെ നേതാവാണ്? ഇൻസ്പെക്ടർ പാണ്ട, ദാ ഇവനാണ് എണ്ണക്കള്ളൻ. മീൻപിടുത്തത്തിന്റെ മറവിൽ അവൻ എണ്ണ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെളിവ് കടലിനടിയിലുണ്ട്. എണ്ണ നിറച്ച ബലൂൺസ് അങ്ങേക്ക് തെളിവായി കിട്ടുകയും ചെയ്യും. ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാം. നമ്മളെ വീണ്ടും ഇതുപോലെ തിരിച്ചു വരും കേട്ടാ. ഞങ്ങൾ വീണ്ടും പിടിക്കും. താങ്കൾക്ക് ഈ ഗ്യാസ് പാചകത്തിന് ഉപയോഗിച്ചുകൂടെ? സംശയമുണ്ടോ? അതെ, സാറിന്റെ പാചകവാതകം കാരണം പാവം താഴെ ബോധം കെട്ട് കിടക്കുന്ന കണ്ടില്ലേ? ഇനി ബോധം വന്ന് കഴിയുമ്പോ നേരെ ജയിലിലുള്ള ടാങ്കിൽ മീൻ വളർത്തി അത് വലുതാവുമ്പോ അത് വിറ്റ് കാശുണ്ടാക്കുകയും ചെയ്യാം.